Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് OnePlus 13R ചാർജിങ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം OnePlus 13R ഒരു മാസീവ് 6000 മില്ലി ആംപർ ബാറ്ററിയാണ്, ലാർജസ്റ്റ് OnePlus ബാറ്ററി ആണെന്ന് പറയാം. OnePlus 13R അതിനൊപ്പം തന്നെ 80 വാട്ട് അഡാപ്റ്റർ ആണ് വരുന്നത്. ഒരു ചെറിയ ഡൗൺ ഗ്രേഡ് ഉണ്ട്, ആക്ച്വലി 100 വാട്ടിന് 80 വാട്ട് ആയിട്ട്. അതിനൊപ്പം തന്നെ ഇത് ഡുവൽ സെൽ ബാറ്ററി അല്ല, സിംഗിൾ സെൽ ബാറ്ററിയാണ്, പക്ഷേ 6000 മില്ലി ആംപർ ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ചാർജിങ് ചെയ്യാൻ പോകുന്നത് OnePlus 13R. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 1% ബാറ്ററി ആണുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിംഗ്സ് കൂടെ കാണിച്ചു തരാം. About device OnePlus 13R, Qualcomm Snapdragon 8 Gen 3 പ്ലാറ്റ്ഫോമാണ്, Android 15 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചാർജിങ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബാറ്ററി സെറ്റിംഗ്സും കൂടെ ചെയ്യാം. കണ്ടില്ലേ, സ്മാർട്ട് റാപ്പിഡ് ചാർജിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ നമുക്ക് എനേബിൾ ചെയ്യണം. എന്നാലാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് 80 വാട്ട് സൂപ്പർ വൂക്ക് എനേബിൾ ആവുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാർജിങ് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം തന്നെ സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഒപ്റ്റിമൈസ് ചാർജിങ് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്, കാരണം നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ആണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എഗെയിൻ അത് 80 വാട്ട് അഡാപ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്, പ്ലഗ് ഇൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 80 വാട്ട് സൂപ്പർ വൂക്ക്. അപ്പോൾ നമ്മൾ ടൈമറും കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സൂപ്പർ വൂക്ക് ചാർജിങ് സ്റ്റാർട്ട് ചെയ്തു. 1% എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇടയ്ക്ക് ഒരു ഇൻ്റർവെല്ലിൽ നോക്കാം എത്രത്തോളം ചാർജ് കയറിയിട്ട്. കുറച്ച് കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ച് സ്ലോവർ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇത് ഡ്യുവൽ സെൽ ബാറ്ററി അല്ല, സിംഗിൾ സെല്ലാണ്. അതുപോലെ തന്നെ 80 വാട്ട് അഡാപ്റ്ററാണ് ഇത്തവണ വരുന്നത്, 100 വാട്ട് അല്ല. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ്സ് ചാർജ് ചെയ്തിട്ട് എത്രത്തോളം ബാറ്ററി ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ 5 മിനിറ്റ്സ് ആയിരിക്കുകയാണ് ചാർജിങ് തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടെമ്പറേച്ചർ നോക്കാം. 38 ഡിഗ്രീസ്. അപ്പോൾ എഗെയിൻ നോർമൽ ടെമ്പറേച്ചറാണ്. റൂം ടെമ്പറേച്ചർ 34 ഒക്കെ വരും. അപ്പോൾ ഏതാണ്ട് കുഴപ്പമില്ലാത്ത ഒരു ടെമ്പറേച്ചർ, 32-34 ഒക്കെയാണ് റൂം ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചാർജിങ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറൗണ്ട് 15% ബാറ്ററി ആയിരിക്കുകയാണ്. സ്മാർട്ട് ചാർജിങ് ഈസ് ഓൺ 15% ബാറ്ററി. 5 മിനിറ്റ്, ഇൻഫാക്ട് 6 മിനിറ്റ് ആയിപ്പോൾ അറൗണ്ട് 15% ബാറ്ററി ആയിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ 10 മിനിറ്റിൽ നോക്കാം. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ്സ് ആയിരിക്കുകയാണ് ചാർജിങ് തുടങ്ങിയിട്ട്. വൺസ് അഗെയിൻ ടെമ്പറേച്ചർ ഒന്ന് നോക്കിയേക്കാം. ഇപ്പോൾ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യുന്നു, 38 അറൗണ്ട് 40 ഡിഗ്രീസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കാരണം ഒബ്വിയസ്ലി ഇനീഷ്യൽ സ്റ്റേജിൽ അത് നല്ലോണം ഒന്ന് ചൂടാവും, എന്നിട്ട് റെഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ എഗെയിൻ 40 ഡിഗ്രീസിന് താഴെയാണ്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ നമുക്ക് കാണാം 10 മിനിറ്റിൽ 23% ആയിരിക്കുകയാണ്. 6000 മില്ലി ആംപർ ബാറ്ററീൻ്റെ 23% 10 മിനിറ്റിൽ ചാർജിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് 20 മിനിറ്റ്സിൽ എത്ര ബാറ്ററി ആവും നമുക്ക് നോക്കാം. ഇപ്പോൾ 20 മിനിറ്റ്സ് വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ 20 മിനിറ്റ്സ് ആയിരിക്കുകയാണ്. ഇൻഫാക്ട് 21 ആയിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ വീണ്ടും ഏറെക്കുറെ സെയിം തന്നെയാണ്, വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ സെയിം ടെമ്പറേച്ചറിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അപ്പോൾ 21 മിനിറ്റ്സിൽ എത്ര ബാറ്ററി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 43% ബാറ്ററിയാണ് 21 മിനിറ്റ്സിലായിരിക്കുന്നത്. ഏതാണ്ട് 50% അടുക്കാറമായി 21 മിനിറ്റ്സ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് അരമണിക്കൂർ ചാർജിങ് ചെയ്യുമ്പോൾ എത്ര ബാറ്ററി നോക്കാം. അപ്പോൾ ഇപ്പോൾ അറൗണ്ട് 31 മിനിറ്റ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഏതൊക്കെ സെയിം ടെമ്പറേച്ചറിന് 40 ഡിഗ്രീസ് തന്നെയാണ് നിൽക്കുന്നത്. ടെമ്പറേച്ചർ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ 31 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ നിങ്ങൾക്ക് കാണാം 59% ബാറ്ററി ആയിരിക്കണം. 59% ബാറ്ററി ആയിരിക്കുകയാണ് 31 മിനിറ്റ്സിൽ. ഇനി അടുത്ത് നമ്മൾ കുറച്ചും കൂടെ ചാർജ് ചെയ്ത് നോക്കാം എത്രത്തോളം ആവുന്നുള്ളത്. 40 മിനിറ്റ്സിൽ നമുക്ക് നോക്കാം എത്ര ബാറ്ററി ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അരമണിക്കൂർ ആകുമ്പോൾ 59% ആയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 45 മിനിറ്റ്സ് ആയി, 40 അല്ല 45 മിനിറ്റ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ചെറിയ രീതിയിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യേണ്ട, ഒരു 0.5 ഡിഗ്രിയോളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും 41-40 ആ റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ 45 മിനിറ്റ്, 3/4 മണിക്കൂർ ചാർജ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 82% ബാറ്ററിയാണ്, 82% ബാറ്ററിയാണ്. ഇൻഫാക്ട് കഴിഞ്ഞ വർഷം 5500 ചാർജ് ചെയ്ത് വെറും അരമണിക്കൂറിലാണ് 100 വാട്ട്. ഡ്യുവൽ സെല്ലായിരുന്നു, ഇവിടെ സിംഗിൾ സെല്ലാണ് ബാറ്ററി വരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഒബ്വിയസ്ലി നമുക്ക് ഡെഫിനറ്റ്ലി കാണാൻ സാധിക്കും. ഇവിടെ സ്പീഡ് കുറച്ചും കൂടെ കുറവാണ്. ഇപ്പോൾ 1 മണിക്കൂർ ആയിരിക്കുകയാണ്, അതായത് 60 മിനിറ്റ് ആയിരിക്കുകയാണ്. 60 മിനിറ്റിൽ നമുക്ക് കാണാം 95% ബാറ്ററി ആയിരിക്കുകയാണ്. ഇനി 5% ബാറ്ററിയും കൂടി ചാർജ് ചെയ്യാനുള്ളൂ. അപ്പോൾ 5% കൂടി ബാറ്ററി ചാർജ് ചെയ്യണം. അപ്പോൾ ആ 5 മിനിറ്റ് ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കും നമുക്ക് നോക്കാം. എന്നിട്ട് ഫൈനൽ റീഡിങ്സ് നമുക്ക് കംപ്ലീറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ചാർജിങ് ടെസ്റ്റ്. അപ്പോൾ 1 മണിക്കൂറും 7 മിനിറ്റിലും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 100% ചാർജ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ചാർജിങ് ടെസ്റ്റ് എടുത്തത്
അറൌണ്ട് 67 മിനിറ്റ്സ് ആണ് ഫുൾ ചാർജിനെടുത്ത്. ഡെഫിനറ്റ്ലി സ്ലോവർ ആണ് OnePlus 12R ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ നമുക്ക് കിട്ടുന്നത് ലാർജർ കപ്പാസിറ്റി ബാറ്ററി ഉണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം. എന്നാലും ഏറെക്കുറെ കുഴപ്പമില്ലാത്ത ഒരു സ്പീഡാന്ന് പറയാം. അപ്പോൾ ഇതായിരുന്നു OnePlus 13R ചാർജിങ് ടെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.